മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെ തുടർന്ന് പുഞ്ചിരിമട്ടം സുരക്ഷിതമായ സ്ഥലമല്ല എന്നും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി ആദ്യഘട്ട റിപ്പോർട്ട് നൽകി. മുണ്ടക്കൈയിലും ചൂരൽമലയിലും കൂടുതൽ സുരക്ഷിതമായ സ്ഥലങ്ങളുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ദുരന്തബാധിതരുടെ താൽക്കാലിക പുനരധിവാസം വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് റവന്യൂ മന്ത്രി 24-നോട് പറഞ്ഞു. പക്ഷേ പുനരധിവാസത്തെ ചൊല്ലി ദുരന്തബാധിതർക്ക് പരാതിയുണ്ട്. ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിലെ സുരക്ഷിതമായതും അല്ലാത്തതുമായ സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് പരാമർശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് വളരെ നിർണായകമാണ്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ദുരന്തഭൂമിയിൽ ഇനി സർക്കാരിന്റെ തുടർ നീക്കങ്ങൾ. പുഞ്ചിരിമട്ടം മുതൽ ചൂരൽമല വരെയുള്ള ഭാഗത്ത് 4 ദിവസം പഠനം നടത്തിയ ശേഷമാണ് ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള സംഘം ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ആദ്യഘട്ട റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ചൂരൽമലയിലും മുണ്ടക്കയിലുമുള്ള സുരക്ഷിത സ്ഥലങ്ങളെ അപേക്ഷിച്ച് പുഞ്ചിരിമട്ടം സേഫ് കാറ്റഗറിയിലല്ല എന്ന് പറയുന്നു. ടൗൺഷിപ്പിന് വേണ്ടി സർക്കാർ 8 സ്ഥലങ്ങളുടെ ലിസ്റ്റ് വിദഗ്ധ സമിതിക്ക് കൈമാറിയിരുന്നു. ഇതിൽ 5 ഇടങ്ങൾ സുരക്ഷിതമെന്നും റിപ്പോർട്ടിലുണ്ട്. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിൽ പരിശോധന നടത്താൻ സമിതി വീണ്ടും ചൂരൽമലയിലെത്തും. 97 കുടുംബങ്ങളാണ് നിലവിൽ ക്യാമ്പിൽ കഴിയുന്നത്. താൽക്കാലിക പുനരധിവാസം വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും ആശങ്ക വേണ്ടെന്നും റവന്യൂ മന്ത്രി 24-നോട്. ടൗൺഷിപ്പ് എന്ന ആശയം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇനി ആശയവുമായി ബന്ധപ്പെട്ട ഈ ദുരന്തത്തിൽപ്പെട്ടവരും ജനപ്രതിനിധികളും പ്രദേശത്തുള്ളവരുമായി കൂടിയാലോചിക്കും. സർവകക്ഷികളുമായും ആശയം പങ്കുവയ്ക്കും. അങ്ങനെ വളരെ കൃത്യതയോടുകൂടി തയ്യാറാക്കുന്ന ഒരു പദ്ധതിയായിരിക്കും സ്ഥായിയായ പുനരധിവാസം. പക്ഷേ മേപ്പാടി വൈത്തിരി പ്രദേശത്തിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതിലെ മുൻഗണനയിൽ ദുരന്തബാധിതർക്ക് പരാതിയുണ്ട്. വീടിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക, ലിസ്റ്റിൽ ഞങ്ങളത് വരുന്നില്ല. ഏറ്റവും മുൻഗണന കൊടുക്കേണ്ട ആൾക്കാർ ഇതുവരെ ലിസ്റ്റിൽ വന്നിട്ടില്ല. എല്ലാ ആളുകളും ഫുള്ള് പോയി കഴിഞ്ഞിരിക്കണം. ആകെ ഇനി കുറച്ച് കുടുംബമുള്ളൂ. 2-3 വട്ടം ഞാൻ ഫയൽ പൂരിപ്പിക്കുകയൊക്കെ ചെയ്തിരിക്കണേ. പക്ഷെ ഇതുവരെ ലിസ്റ്റിൽ വന്നിട്ടില്ല. അപ്പം ഇന്നലെ ഒന്ന് വന്ന് നോക്കുമ്പോൾ അത് ഒരുപാട് ദൂരെ വന്നിക്കണത്. അവിടേക്ക് ഈ കുട്ടീനേറ്റ് ഒറ്റപ്പെട്ട് എനിക്ക് പോകാൻ പറ്റൂല. ഒന്ന് വന്ന് നോക്കാൻ പോലും ആളില്ല. പ്രധാനമന്ത്രി സഹായിക്കാമെന്ന് പറഞ്ഞിട്ടും കേരളം അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിമർശിച്ചു. അതേസമയം നാളെ മുതൽ മുസ്ലിം ലീഗ് ദുരന്തബാധിതർക്കായി പ്രഖ്യാപിച്ച സഹായങ്ങൾ വയനാട്ടിൽ വിതരണം ചെയ്തു തുടങ്ങും. ടൗൺഷിപ്പിന്റെ ആദ്യ നടപടികളിലേക്ക് സർക്കാർ കടന്നു കഴിഞ്ഞു. പക്ഷേ ഈ താൽക്കാലിക പുനരധിവാസത്തിലുള്ള മെല്ലെപ്പോക്കിന് കൂടി അടിയന്തര പരിഹാരമുണ്ടാകണം. ടീം 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ.